ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ഒളിമ്പ്യാഡ്സ്. അപ്പോൾ നമ്മൾ NSCGS പ്രിപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. NSCGS ഇനി കുറച്ച് ദിവസം കൂടിയുള്ള നമുക്ക് നവംബർ 23 നമ്മൾ എക്സാം വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു 30 days പ്ലാൻ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്യുക. എന്നിട്ട് കാണാൻ എങ്ങനെയാണ് നമ്മൾ ഒരു 30 days പ്ലാൻ ചെയ്യേണ്ടതെന്നാണ് അതിൽ പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ റിവിഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ആ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് നമ്മളെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ഇൻഫോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ക്രെഡിറ്റ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേലിസ്റ്റ് കാണാൻ പറ്റും NSCGS. അപ്പോൾ ഈ NSCGS ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നല്ല സ്കോർസിലേക്ക് എത്താൻ പറ്റും. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെന്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു ജനറൽ ടോപ്പിക്കാണ്. ഇത് നമ്മൾ NSCGS വരുന്ന ഒരു ജനറൽ ടോപ്പിക്കാണ്, ജനറൽ കണ്ടന്റ് ആണ്. പക്ഷേ ഇത് ഒരു ബയോളജി, കുറച്ചുകൂടി ബയോളജി റിലേറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ ബയോളജി റിലേറ്റഡിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. സോ മാനേജ്മെന്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് NSCGS വരാൻ അല്ലെങ്കിൽ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത്. അസേഷൻ കൊടുത്തുള്ളത് കൺസർവേഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആൻഡ് നാച്ചുറൽ കണ്ടീഷൻ ഈസ് എക്സ് ടു കൺസർവേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് കൺസർവേഷൻ ഉണ്ട്. മൃഗങ്ങളെ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നമ്മൾ കൺസർവ് ചെയ്യുന്ന മെത്തഡുണ്ട്. അല്ലാതെ നമ്മൾ സൂസിൽ, അതുപോലെ തന്നെ വേറെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ആനിമൽസിനെയും അതുപോലെ തന്നെ പ്ലാന്റ്സിനെയൊക്കെ നമ്മൾ അവരെ കൺസർവ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എക്സ് ടു കൺസർവേഷൻ എന്ന് പറയുക. സോ രണ്ട് ടൈപ്പ് കൺസർവേഷൻ ഉണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. എക്സ് ടു കൺസർവേഷൻ മീൻസ് ഓഫ് സൈറ്റ് കൺസർവേഷൻ, അതായത് അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് അല്ലാതെ, അതായത് അവർ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് ഉണ്ടാവും അല്ലേ, അതല്ലാതെ നമ്മൾ വേറൊരു ഹാബിറ്റാറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നമ്മൾ കൺസർവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, നമ്മൾ കൺസർവിങ് ബയോഡൈവേഴ്സിറ്റി ഔട്ട്സൈഡ് ഇറ്റ്സ് നാച്ചുറൽ ഹാബിറ്റാറ്റ് സച്ച് ആസ് സൂസ്, ബൊട്ടാണിക്കൽ ഗാർഡൻസ്, സീഡ് ബാങ്ക്സ് എക്സെട്ര. ഇതൊക്കെയാണ് എക്സ് ടു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻസിറ്റു കൺസർവേഷൻ ഉണ്ട്. അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ അവരെ കൺസർവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുക. ഇൻസിറ്റു കൺസർവേഷൻ ഈസ് വാട്ട് ഹാപ്പൻസ് അണ്ടർ നാച്ചുറൽ കണ്ടീഷൻസ് ലൈക്ക് ഇൻ നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാഞ്ചുറീസ്, ബയോസ്ഫിയർ റിസർവ്സ്, ഇങ്ങനെയുള്ള, അതായത് നാഷണൽ പാർക്സ്, ബയോസ്ഫിയർ റിസർവ്, അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാഞ്ചുറീസ്, ഇതൊക്കെയാണ് നമ്മൾ ഇൻസിറ്റു അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ അവരെന്ത് ചെയ്യാണ്, കൺസർവ് ചെയ്ത് വെക്കുകയാണ്. ബ്രീഡിങ് മണിപ്പൂർ ഡിയർ, ഇത് അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, നമുക്ക് അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഈ ഒരു ടോപ്പിക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ വെച്ച് നമുക്ക് നോക്കാം. കൺസർവേഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആൻഡ് നാച്ചുറൽ കണ്ടീഷൻസ് ഈസ് എക്സ് ടു കൺസർവേഷൻ എന്ന് പറയുന്നത്. നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നമ്മൾ കൺസർവ് ചെയ്യുന്നതിന് എക്സ് ടു എന്നാണ് പറയുക, അല്ല എക്സ് ടു എന്നല്ല, നമ്മൾ അതിനെ വിളിക്കുക ഇൻ സിറ്റു എന്നാണ് വിളിക്കുക അല്ലെ. ഇൻ സിറ്റു കൺസർവേഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. സോ ഇൻ സിറ്റു എന്നാണ് അവിടെ വരേണ്ടത്. സോ എക്സ് ടു ആണ് വന്നുള്ളത്. സോ അസേഷൻ എന്തായി, ഫാൾസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റീസൺ നോക്കാം. ഇൻക്രീസ് ഓഫ് മണിപ്പൂർ ഡിയർ ഫ്രം 17 animals to 150 in Calcutta and Delhi zoos is one of the examples of this. അതായത് മണിപ്പൂരിലും അതുപോലെ തന്നെ മണിപ്പൂർ ഡിയറിന്റെ അവരുടെ പോപ്പുലേഷൻ 17 ആനിമൽസിൽ നിന്ന് 150 ആയി. എവിടെ, കൽക്കട്ടയിലും ഡൽഹിയിലും അവിടുത്തെ സൂല് ആയി എന്നാണ് പറഞ്ഞത്. സൂ എന്ന് പറയുന്നത് എക്സ് ടു കൺസർവേഷന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ എക്സ് ടു കൺസർവേഷനും പറ്റിയാണ് മുകളിൽ, അല്ലെങ്കിൽ എക്സ് ടു കൺസർവേഷൻ ആണ് മുകളിൽ പറഞ്ഞത്. അപ്പം അതിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ റീസണിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അത് റിഗാർഡ് ചെയ്തിട്ട് എന്താണ്, കറക്റ്റ് ആണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബ്രീഡിംഗ് മണിപ്പൂർ ഡിയർ ഇൻ സൂസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എക്സ് ടു കൺസർവേഷൻ. എക്സ് ടു കൺസർവേഷൻ ആണ് ഇവിടെ പറഞ്ഞുള്ളത് അല്ലെ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പറയുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇത് ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് വെച്ചിട്ട് എന്താണ്, ഈ ഒരു എക്സ് ടു കൺസർവേഷൻ വെച്ചിട്ട് ഇത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അസേഷൻ ഫാൾസ് ആയിട്ടുള്ളതാണ്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും അസേഷൻ ഈസ് ഇൻകറക്റ്റ് ആൻഡ് റീസൺ ഈസ് കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. യെസ്, നമ്മൾ ഓപ്ഷൻ ഡി ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നാൽ നെയിം ദ കനാൽ വിച്ച് ബ്രോഡ് ഗ്രീനറി ടു സർട്ടൻ ഏരിയാസ് ഓഫ് രാജസ്ഥാൻ. രാജസ്ഥാനിലെ സർട്ടൻ ഏരിയാസിലേക്ക് ഗ്രീനറി കൊണ്ടുവന്ന കനാലിന്റെ നെയിം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു കനാലിന്റെ പേര് രാജീവ് ഗാന്ധി കനാൽ എന്നല്ല, ഇന്ദിരാഗാന്ധി കനാൽ എന്നാണ്. വെസ്റ്റേൺ യമുന കനാൽ അല്ല,
മുന കനാൽ അല്ല, ഏതാണ്, ഇന്ദിരാഗാന്ധി കനാൽ എന്നാണ് ആ ഒരു കനാലിന്റെ പേര്. രാജസ്ഥാനിൽ ഗ്രീനറി കൊണ്ടുവന്ന കനാലിന്റെ പേര് ഇന്ദിരാഗാന്ധി കനാൽ എന്നാണ്. ഇതൊരു നമുക്ക് അറിയേണ്ട ഒരു ജനറൽ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ജനറൽ നോളജ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ ഈസിലി നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ ബി ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് മെത്തഡ് ഓഫ് സസ്റ്റൈനബിൾ യൂസ് ഓഫ് റിസോഴ്സ്. അതായത് റിസോഴ്സിനെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിന് ഒരുപാട് ഇഷ്യൂസോ ഒന്നും ക്രിയേറ്റ് ചെയ്യാണ്ട് നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റീസൈക്ലിംഗ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിലുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് പൊല്യൂഷൻ ഒന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റും. സോ റീസൈക്ലിംഗ് എന്ന് പറയുന്നത് ഒരു സസ്റ്റൈനബിൾ യൂസ് ഓഫ് റിസോഴ്സ് ആണ്. ഇനി റീയൂസിങ്, നമ്മൾ യൂസ് ചെയ്ത കാര്യം തന്നെ നമ്മൾ വീണ്ടും റീയൂസ് ചെയ്യുക അല്ലെ, ഒന്നും കൂടി യൂസ് ചെയ്യുക. അപ്പം നമുക്ക് റീയൂസിങ് എന്ന് പറയുന്നതും ഒരു സസ്റ്റൈനബിൾ വേ ഓഫ് കൺസർവ് അല്ലെങ്കിൽ റിസോഴ്സിനെ യൂസ് ചെയ്യുന്ന ഒരു കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡാണ്. ഇനി റിഡ്യൂസിങ്, നമുക്ക് ഒന്നും പറ്റില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് പ്ലാസ്റ്റിക്, ഇതൊക്കെ നമുക്ക് ഒരുപാട് പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ള വാട്ടർ പൊല്യൂഷൻ ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പതിയെ അത് എന്തെയാണ്, നമ്മൾ റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെഡ്യൂസിങ് എന്ന് പറയുന്നതും സസ്റ്റൈനബിൾ മെത്തേഡ് ഓഫ് യൂസ് ഓഫ് റിസോഴ്സ് ആണ്. ഇനി മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പാറ അല്ലെ, അല്ലെങ്കിൽ നമ്മൾ മൗണ്ടൻ റീജിയൻസ് അല്ലെങ്കിൽ ഹിൽസ് ഒക്കെ എന്ത് ചെയ്യാണ്, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ വെച്ചിട്ട് അവരൊക്കെ ക്രാക്ക് ചെയ്ത് പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ മണ്ണെടുക്കുന്നതാണ് നമ്മൾ മൈനിങ് എന്ന് വിളിക്കുക അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ലൈക്ക് ഗോൾഡൊക്കെ എന്ത് ചെയ്യാണ്, നമ്മൾ ഒരുപാട് ഡീപ്പറായിട്ട് എന്ത് ചെയ്യും, നമ്മൾ മണ്ണിനെ കുഴിച്ചെടുക്കും. അത് സസ്റ്റൈനബിൾ വേ ഓഫ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ കറക്റ്റായിട്ട്, അതായത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് റിസോഴ്സുകൾ നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട്. അത് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് മൈനിങ് എന്ന് പറയുന്നത്. അല്ല, നമുക്ക് മൈനിങ് കൊണ്ട് ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്, നമ്മുടെ ഫ്യൂച്ചറിന് അത് എന്ത് ചെയ്യുന്നില്ല, ബെനിഫിറ്റ് ആയിട്ടല്ല വരുന്നത്. ഇതെല്ലാം നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള ഒരു സസ്റ്റൈനബിൾ വേ ഓഫ് ഡെവലപ്മെന്റ് ആണ് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റുക. ബട്ട് മൈനിങ്ങിൽ അങ്ങനെയല്ല. സോ ഓപ്ഷൻ ഡി മൈനിങ് ആയിരിക്കും നമ്മൾ ഈ ഒരു ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആക്ട് ഇൻ ഇന്ത്യ ഡീൽസ് വിത്ത് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ഡീൽ ചെയ്യുന്ന ഇന്ത്യയിലെ ആക്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. വാട്ടർ ആക്ട് 1974, ഇത് വാട്ടർ പൊല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എയർ ആക്ട് 1981, ഇത് എയർ പൊല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇനി എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986, ഇത് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ഇനി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് വൈൽഡ് ലൈഫിലെ ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനും കൺസർവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് നമ്മളെ എൻവയോൺമെന്റിനെയാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ വാട്ടറിനെയോ എയറിനെയോ അല്ലെങ്കിൽ സോയിലിനെയോ മാത്രമല്ല, നമ്മൾ എൻവയോൺമെന്റിന്റെ മൊത്തത്തിലാണ്, അല്ലെങ്കിൽ നമ്മൾ നാച്ചുറിന്റെ മൊത്തത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു വേസ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. സോ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ് ഈ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സി ആണെന്ത് ഈ ഒരു ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡെവലപ്മെന്റ് എൻഷുറിംഗ് ബോത്ത് ഇന്റർ ജനറേഷണൽ ആൻഡ് ഇൻട്രാ ജനറേഷണൽ ക്വാളിറ്റി ഈസ് കോൾഡ്. അതായത് ഡെവലപ്മെന്റ്, അതായത് നമുക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇൻ ദ സെൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇന്റർ ജനറേഷൻ, രണ്ട് ജനറേഷനുകൾ തമ്മിലോ അല്ലെങ്കിൽ ഒരു ജനറേഷനകത്തോ നടക്കുന്ന ഡെവലപ്മെന്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണോ, അൺസസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണോ, എക്കണോമിക് ഡെവലപ്മെന്റ് ആണോ, സസ്റ്റൈനബിൾ കൺസെപ്ഷൻ ആണോ? സസ്റ്റൈനബിൾ കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ സസ്റ്റെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സാധനത്തെ ഇങ്ങനെ കൺസ്യൂം ചെയ്ത് നമ്മൾ കൊണ്ടുവരാണ്. അപ്പോൾ സസ്റ്റൈനബിൾ കൺസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അത് ഒരിക്കലും വരില്ല. നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മാറ്റി വെക്കുന്നില്ല. സസ്റ്റൈനബിൾ കൺസെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പൈസ മാത്രം ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമി മാത്രം ഡെവലപ്പ് ചെയ്താൽ മതി. അല്ല, എക്കണോമി മാത്രമല്ല നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. ഇൻ ദ സെൻസ് എല്ലാ കാര്യങ്ങളും, എൻവയോൺമെന്റ് കറക്റ്റ് ആയിരിക്കണം, എക്കണോമി കറക്റ്റ് ആയിരിക്കണം, ഫിനാൻഷ്യലി എല്ലാ കാര്യങ്ങളും ലൈഫ് നന്നായിരിക്കണം, ലൈഫിൽ ഡെവലപ്മെന്റ് ഉണ്ടാവണം. ഇൻ ദ സെൻസ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിരിക്കണം. ഇപ്പോഴും നമ്മൾ ഫ്യൂച്ചറിന് കൂടിയും നമുക്ക് ഫ്യൂച്ചറിലേക്കും കൂടിയും നമ്മളെ ഫ്യൂച്ചർ ജനറേഷനും കൂടിയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടി വരുന്നത്. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സസ്റ്റെയിൻ, അതായത് അടുത്ത ജനറേഷനും നമ്മൾ യൂസ് ചെയ്ത റിസോഴ്സുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റണം. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരാം. അൺസസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സസ്റ്റൈനബിൾ കൺസെപ്ഷൻ പോലെ തന്നെ നമ്മൾ കൺസ്യൂമർ മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ ആ റിസോഴ്സ് റീജനറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റിസോഴ്സ് പുതുതായിട്ട് വരാനോ നമ്മളൊന്നും ചെയ്യുന്നില്ല. സോ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഫ്യൂച്ചർ ജനറേഷനും കൂടി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്റർ ജനറേഷനും ഇൻട്രാ ജനറേഷനും ആയിട്ടുള്ള ക്വാളിറ്റി എന്താണ്, നമ്മൾ ഡെവലപ്മെന്റിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. നമ്മൾ ഫ്യൂച്ചറിലേക്കും കൂടി എന്ത് ചെയ്യണം, നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിസോഴ്സുകൾ ലൈക്ക് നമ്മൾ വാട്ടർ, അതുപോലെ തന്നെ നമ്മൾ സാൻഡ്,
അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റിസോഴ്സുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, ബാക്കിയുള്ള ഫ്യൂച്ചറിനേക്കും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കരുതി വെക്കണം. അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി, പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച്, ഫുഡ് സ്റ്റെബിലൈസേഷൻ, എക്കണോമിക് ഇക്വാലിറ്റി. അതായത് ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. അപ്പോൾ ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ JFM എന്താണെന്ന് നോക്കാം. ഇറ്റ്സ് എ കോൺസെപ്റ്റ് ദാറ്റ് ഇൻവോൾവ്സ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഇൻ ദ മാനേജ്മെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ്. ദിസ് അപ്രോച്ച് എയിംസ് ടു എൻഷുർ ദ സസ്റ്റൈനബിൾ യൂസ് ഓഫ് forest resources by involving the people who living and around the forest. അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ലോക്കൽസിൻ്റെ സപ്പോർട്ടോടുകൂടെ ഫോറസ്റ്റിനെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാണ്. അതായത് ലോക്കൽസ് അവിടെ ജീവിക്കുന്ന, അറൗണ്ട് ദി ഫോറസ്റ്റ് ജീവിക്കുന്ന ആളുകൾ, ഇൻസൈഡ് ദ ഫോറസ്റ്റ് ജീവിക്കുന്ന ആൾക്കാർ, ഇവരുടെ എല്ലാം പാർട്ടിസിപ്പേറ്ററി ഒരു അപ്രോച്ച് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു പാർട്ടിസിപ്പേഷൻ ഓഫ് ലോക്കൽ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ലോക്കൽ കമ്മ്യൂണിറ്റീസ്. ഒരുപാട് ഫോറസ്റ്റിൽ ഇന്നും നമുക്ക് നമ്മുടെ ഇന്ത്യയിലും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺട്രീസിലൊക്കെ ട്രൈബ്സ് പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ട്രൈബ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ആളുകളും അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ അറൗണ്ടുള്ള ആളുകളുടെയും ഒരു പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചാണ്, അല്ലെങ്കിൽ രണ്ടുപേരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് ഫോറസ്റ്റിനെ എന്ത് ചെയ്യുന്നത്, പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരിക? ഓപ്ഷൻ ബി, പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ചിപ്കോ മൂവ്മെന്റ് വാസ് ലെഡ് ബൈ. ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിൽ നടന്നിട്ടുള്ള വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മളെ ഫോറസ്റ്റിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ, ഡീഫോറസ്റ്റേഷനെതിരെയൊക്കെ നടന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ആ മൂവ്മെന്റ് ലീഡ് ചെയ്തത് ആരാണ്? കെ മുൻഷിയാണോ, സുന്ദർലാൽ ബഹുഗുണയാണോ, പാണ്ഡുരംഗ ഹെഗ്ഡെ ആണോ, അല്ലെങ്കിൽ മേനകാ ഗാന്ധി ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്ന ഒരാളായിരുന്നു അത് ചിപ്കോ മൂവ്മെന്റ് ലീഡ് ചെയ്തിരുന്ന. സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. നമുക്ക് നോക്കാം. ദി ചിപ്കോ മൂവ്മെന്റ് വാസ് എ നോൺ വയലന്റ് സോഷ്യൽ ആൻഡ് എക്കോളജിക്കൽ മൂവ്മെന്റ് ബൈ റൂറൽ വില്ലേജസ്, particularly women in India in 1970s. The movement leader was Sundarlal Bahuguna, a Gandhian activist who gave the movement proper direction and helped it ടു ദ പബ്ലിക്. അതായത് അത് പബ്ലിക്കിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ ഈ ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മൾ എക്കോളജിക്കൽ മൂവ്മെൻറ്റ് റൂറൽ വില്ലേജസ് എന്ത് ചെയ്തതാണ്, അവിടുത്തെ ഗ്രാമങ്ങളിലുള്ള വില്ലേജസിൻ്റെ ഒപ്പം ചേർന്നിട്ട് അതിനെ ലീഡ് ചെയ്തത് സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ചിപ്കോ മൂവ്മെൻ്റ് ആണ് എന്താ, നമ്മൾ ഈ ഒരു എക്കണോമിക് അല്ലെങ്കിൽ നോൺ വയലൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു എക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ബൈ ദ റൂറൽ വില്ലേജസ്. സോ സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ദ ഫോറസ്റ്റ്? ഫോറസ്റ്റിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഫോറസ്റ്റിൻ്റെ അവകാശികൾ ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ലോക്കൽസ് ആണോ? ലോക്കൽസ് ഉണ്ടാവും, ഡെഫിനറ്റ്ലി ലോക്കൽസും എന്താണ് ഫോറസ്റ്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരാണ് ലോക്കൽസ് എന്ന് പറയുന്നത്. അവിടുത്തെ ലോക്കൽസ്, റൈറ്റ്? ഫോറസ്റ്റിൻ്റെ അകത്തുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും. അവർക്ക് എന്താണ് ഫോറസ്റ്റ് അവർ ഡിപ്പെൻഡൻ്റ് ആണ്. സോ ഫോറസ്റ്റിൻ്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ അർഹരാണ് എന്താ ലോക്കൽസ് എന്ന് പറയുന്നത്. ഇനി ഇൻഡസ്ട്രീസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ, ലൈക്ക് വുഡ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ നമ്മൾ ഫർണിച്ചർ ഇൻഡസ്ട്രീസ്, അതൊക്കെ നമ്മൾ ഫോറസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഈസ് എ പ്യുവർ സ്റ്റേക്ക് ഹോൾഡർ ആണ് അല്ലേ. ഗവൺമെൻറ്റിനാണ് ഈ ഒരു കാര്യത്തിനൊക്കെ, അതായത് ഫോറസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനും അതുപോലെ തന്നെ ഫോറസ്റ്റിനെ കൺസർവ് ചെയ്യാനും ഡിഫറെൻ്റ് ആക്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഗവൺമെൻറ്റ്സ് ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ്റ്സും എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡഡ് ആണ്. സോ ഗവൺമെൻറ്, ഇൻഡസ്ട്രീസ്, ലോക്കൽസ് എല്ലാം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് ഫോറസ്റ്റിൻ്റെ കേസിൽ. സോ ഓൾ ഓഫ് ദീസ് ആയിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ദ ഫോറസ്റ്റ് ഇൻക്ലൂഡ് ലോക്കൽ പീപ്പിൾ ഹു ഡിപ്പെൻഡ് ഓൺ ദം ഫോർ റിസോഴ്സ്. നമ്മൾ പറഞ്ഞു അവിടുത്തെ റിസോഴ്സിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിന് വേണ്ടി അല്ലെങ്കിൽ റിസോഴ്സിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ലോക്കൽസ് എന്ന് വിളിക്കുക. ഇനി ഇൻഡസ്ട്രീസ് ദാറ്റ് യൂസ് ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ആസ് റോ മെറ്റീരിയൽസ് ആൻഡ് ദ ഗവൺമെൻറ്, നമ്മൾ റോ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫർണിച്ചറിലൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാക്സ്, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫോറസ്റ്റിൽ നിന്നാണ് കിട്ടുന്നതിന്. ആൻഡ് ഗവൺമെൻറ് വിച്ച് മാനേജസ് ആൻഡ് കൺട്രോൾസ് ദ ഫോറസ്റ്റ് റിസോഴ്സ്, അത് മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഗവൺമെൻറ് ആണ്. സോ സ്റ്റേക്ക് ഹോൾഡർ ആണ്. ഇത് ഫോർ ഓൾ ദ ഓപ്ഷൻസ് ലിസ്റ്റഡ് ആർ കറക്റ്റ്. എല്ലാവരും എന്താണ്, പ്യുവർലി ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ് നമ്മളുടെ ഈ ഒരു ഫോറസ്റ്റിൻ്റെ. സോ എല്ലാവരും എന്താണ്, ഫോറസ്റ്റിന് അവകാശികളാണ്. സോ ഓൾ ഓഫ് ദീസ് ആണ് നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരും. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഡെഫിനിഷൻ ഓഫ് എ നാച്ചുറൽ റിസോഴ്സ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ് ഓർ കമ്മോഡിറ്റി ദാറ്റ് ഈസ്, അതായത്
ഡെഫിനിഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതെന്താണ്, എന്ത് സബ്സ്റ്റൻസ് ആണ്, എന്ത് കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സബ്സ്റ്റൻസ്, അതിനെയാണ് കമ്മോഡിറ്റി, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടാവുന്നതിനാണ് നമ്മൾ കമ്മോഡിറ്റി എന്ന് വിളിക്കുക. സോ നാച്ചുറൽ റിസോഴ്സ് ഇൻ ദ സെൻസ് എന്തായിരിക്കും? പ്രസൻസ് ഓൺലി ഓൺ ലാൻഡിൽ മാത്രം പ്രസന്റ് ചെയ്തിട്ടുള്ളതാണോ നാച്ചുറൽ റിസോഴ്സ്, അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് നാച്ചർ വിച്ച് ഈസ് വെരി യൂസ്ഫുൾ ടു ദ മാൻകൈൻഡിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ഓഫ് നാച്ചർ ആണെന്ന് പറയുന്നത്. ഇനി എ മാൻ മെയ്ഡ് സബ്സ്റ്റൻസ് പ്ലേസ്ഡ് ഇൻ എ നേച്ചർ, അതായത് ഒരു മാൻ മെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് വിച്ച് ഈസ് പ്ലേസ് ഇൻ നേച്ചറിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു മാൻ മെയ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെന്ന് പറയുന്നത്. ആണോ? അല്ല. അവൈലബിൾ ഓൺലി ഇൻ ദ ഫോറസ്റ്റിൽ മാത്രമാണോ നമുക്ക് നാച്ചുറൽ റിസോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള? അല്ല, നമുക്ക് ഓഷ്യൻസിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. സോ എ ഗിഫ്റ്റ് ഓഫ് നാച്ചർ വിച്ച് ഈസ് വെരി യൂസ്ഫുൾ ടു ദ മാൻകൈൻഡ് എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള, അല്ലെ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. സോ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. എ ഗിഫ്റ്റ് ഓഫ് നാച്ചർ വിച്ച് ഈസ് വെരി യൂസ്ഫുൾ ടു ദ മാൻകൈൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ മെയിൻ കോസ് ഓഫ് അബണ്ടന്റ് കോളിഫോം ബാക്ടീരിയ ഇൻ ദ റിവർ ഗംഗ. റിവർ ഗംഗയിൽ ഈ കോളൈ പോലെയുള്ള കോളിഫോം ബാക്ടീരിയ എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൈപ്പ് ബാക്ടീരിയകളാണ്. ലൈക്ക് ഈ കോളൈ പോലെയുള്ള ബാക്ടീരിയകളാണ്. ഇതിൻ്റെയൊക്കെ ഒരുപാട് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ടർ ബോഡീസിലൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും. ലൈക്ക് ഡയറിയ, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയറിയ ഒരു ചെറിയൊരു സിംറ്റം അല്ലെങ്കിൽ ചെറിയൊരു ഡിസീസ് മാത്രമാണ്. അത് മാത്രമല്ല, ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസീസുകൾ ഈ കോളായി അതുപോലെ തന്നെ കോളിഫോം ബാക്ടീരിയകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് റിവർ ഗംഗയിൽ അത് എന്തുകൊണ്ടാണ് ആ ഒരു കോളിഫോം ബാക്ടീരിയൻ്റെ അബണ്ടൻസ് കൂടിയിട്ടുള്ളത്? അത് നിങ്ങളെല്ലാവരും ന്യൂസിൽ കേട്ടിട്ടുണ്ടാവും. ഡിസ്പോസൽ ഓഫ് അൺബേൺഡ് കോപ്സ് ഇൻ ടു ദ വാട്ടർ, അതായത് അൺബേൺഡ് ആയിട്ടുള്ള കോപ്സ്, അതായത് മരിച്ച ആളുടെ അവശിഷ്ടങ്ങളൊക്കെ ഗംഗയിലേക്ക് ഒഴുക്കുന്ന സമയത്താണ് ഈ ഒരു കോളിഫോം ബാക്ടീരിയയുടെ, അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അൺബേൺഡ് ആയിട്ട് ഉണ്ടെങ്കിൽ അതിൽ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. അത് കഴിക്കാനായിരിക്കും ഈ ഒരു കോളിഫോം ബാക്ടീരിയ വാട്ടർ ബോഡീസിലേക്ക് വരുന്നത്. സോ ഡിസ്പോസൽ ഓഫ് അൺബേൺഡ് കോപ്സ് ഇൻ ടു ദ വാട്ടർ വന്നതുകൊണ്ടാണ് അവിടെ ആ ഒരു കാര്യം നടന്നുകൊണ്ടാണ് അബണ്ടൻസ് ഓഫ് ഈ കോളായി പോലെയുള്ള കോളിഫോം ബാക്ടീരിയ അവിടെ ഇൻക്രീസ് ആയിട്ടുള്ളത്. ഇനി ഡിസ്ചാർജ് ഓഫ് ഇൻഫ്ലുവൻസ് ഫ്രം ദ ഇലക്ട്രോപ്ലേറ്റിംഗ് ഇൻഡസ്ട്രീസ് അല്ല, ഇലക്ട്രോപ്ലേറ്റിംഗ് ഇൻഡസ്ട്രീസ് എന്നുള്ള ഇൻഫ്ലുവൻസ് അല്ല, എല്ലാം ഉണ്ട് കേട്ടോ. ബട്ട് ഏറ്റവും അബണ്ടൻ്റ് ആവാൻ കാരണം ഉണ്ടായിട്ടുള്ളത് കോപ്സ്, അതായത് മരിച്ചതിൻ്റെ അവശിഷ്ടം, അതായത് മരിച്ച ഒരാളുടെ മൃതദേഹം അയാൾ നമ്മൾ അവിടെ ഒരു ഒഴുക്കുന്നതുകൊണ്ടാണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. ഇനി വാഷിംഗ് ഓഫ് ക്ലോത്ത്സ് വാഷ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട്, ചെറിയ രീതിയിലുള്ള പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്, എന്നാലും മേജർ അബണ്ടൻ്റ് ആയിട്ട് ഓപ്ഷൻ എ എന്നാണ് വരിക. ഇമേഴ്ഷൻ ഓഫ് ആഷസ് ഇമേഴ്ഷൻ സംഭവിക്കുമ്പം ആഷസ് അത്രയും വലിയ ഇഷ്യൂസ് ആയിട്ട് വരുന്നില്ല. ലൈക്ക് ഇറ്റ്സ് ബേൺഡ് ആയിട്ടുള്ള ആഷസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, പ്യൂർലി ബേൺഡ് ആയിട്ടുണ്ടാവും. അത് എന്ത് ചെയ്യും, നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ആഷസ് ഒഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ബട്ട് അൺബേൺഡ് ആയിട്ടുള്ള കോപ്സ് നമ്മൾ വാട്ടറിൽ ഇടുന്ന സമയത്ത് അവിടെ ഈ കോളായി പോലെയുള്ള ബാക്ടീരിയകൾക്ക് അവിടെ വളരാനുള്ള, ഗ്രോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ആവും. ആ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് അവർ ലാർജ് പോപ്പുലേഷൻ ആയിട്ട് അവിടെ അല്ലെങ്കിൽ അബണ്ടൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വാട്ടർ എന്ത് ചെയ്യുന്നത്, വാട്ടർ ബോഡിയൊക്കെ പൊല്യൂട്ടഡ് ആയിട്ട് മാറുന്നത്. സോ ഓപ്ഷൻ എ ആയിരിക്കും എന്നുള്ള റൈറ്റ് ആൻസർ. നമുക്ക് നോക്കാം. കോളിഫോം ബാക്ടീരിയ ആർ ഓഫൺ ഫൗണ്ട് ഇൻ ഹ്യൂമൻ ആൻഡ് ആനിമൽ വേസ്റ്റ്. ഹ്യൂമൻ്റെയും ആനിമൽ വേസ്റ്റിലും ഏറ്റവും കൂടുതൽ കാണുന്നതാണ്, നമ്മൾ പറഞ്ഞു. ഇനി ദ ഡിസ്പോസൽ ഓഫ് അൺബേൺഡ് കോപ്സ് ഇൻ ദ റിവർ ഗംഗ ഈസ് ദ മേജർ സോഴ്സ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ. ദ ഗംഗ ആക്ഷൻ പ്ലാൻ ഗ്യാപ്പ് വാസ് ഇനിഷ്യേറ്റഡ് ടു അഡ്രസ് ദ പൊല്യൂഷൻ ഇൻ ദ റിവർ. അതായത് നമ്മൾ ഇപ്പം കൊറോണ വന്നിരുന്നു, നമ്മൾ COVID-19 സമയത്തൊക്കെ ഗംഗ വാട്ടർ കുറച്ചുകൂടി ക്ലിയർ ആയി എന്ന് നമുക്ക് കേട്ടിരുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു കോപ്സിൻ്റെ നമ്മൾ ഗംഗയിലേക്ക് ഒഴുക്കുന്നതും അല്ലെങ്കിൽ അൺബേൺഡ് ആയിട്ടുള്ള കോപ്സ് നമ്മൾ ഗംഗയിലേക്ക് ഒഴുക്കുന്നതൊക്കെ കുറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ആ ഒരു സമയത്ത് നമുക്ക് ഒരു വാട്ടറിൻ്റെ അല്ലെങ്കിൽ വാട്ടർ ബോഡി കുറച്ചും കൂടി പൊല്യൂഷൻ കുറഞ്ഞിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് കാണാൻ പറ്റിയിരുന്നു. ബട്ട് ഈ ഒരു കാര്യം പിന്നെയും എന്ത് ചെയ്തു, നമ്മൾ ആഫ്റ്റർ ദ കൊറോണ വീണ്ടും ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഗംഗ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ആ സമയത്താണ് ഗംഗ ആക്ഷൻ പ്ലാൻ കൊണ്ടുവന്നത്. ഗംഗ ആക്ഷൻ പ്ലാന് ഇത് മെയിൻലി ഈ ഒരു അൺബേൺഡ് കോപ്സിൻ്റെ ഡിസ്പോസൽ ഒഴുക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗംഗ ആക്ഷൻ പ്ലാനിന് കഴിഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. സോ ഹ്യൂമൻ ആൻഡ് ആനിമൽ വേസ്റ്റിലൊക്കെ ഉണ്ടാകുന്ന ഒരു കോളിഫോം ബാക്ടീരിയ ആണ്. സോ അൺബേൺഡ് ആയിട്ടുള്ള കോപ്സ് നമ്മൾ അവിടെ വാട്ടറിലേക്ക് ഡംപ് ചെയ്യുന്ന സമയത്താണ് ഇവിടെ കോളിഫോം ഇൻക്രീസ് ചെയ്തുള്ളത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ അവർ കൺട്രി വാസ്റ്റ് ട്രാക്ട്സ് ഓഫ് ഫോറസ്റ്റ് ആർ ക്ലിയർഡ് ആൻഡ് എ സിംഗിൾ സ്പീഷീസ് ഓഫ് പ്ലാന്റ് ഈസ് കൾട്ടിവേറ്റഡ്.
ദിസ് പ്രാക്ടീസ് പ്രൊമോട്ട്സ്, അതായത് നമ്മളെ കൺട്രിയിൽ എന്തുണ്ട്, ഒരുപാട് ട്രാക്ട്സ് ഓഫ് ഫോറസ്റ്റ്, നമുക്ക് ഒരുപാട് ഫോറസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റ് ഏരിയ ഉണ്ട്, മില്ലി ഫോറസ്റ്റ് ലാൻഡ് നമുക്ക് ലൈക്ക് വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഹിമാലയൻ റീജിയൻസ് ഉണ്ട്, ഒരുപാട് റീജിയൻസ് ഉണ്ട്, റൈറ്റ്. അപ്പോൾ ആ ഒരു റീജിയൻസ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു, എന്നിട്ട് ഒരു സിംഗിൾ സ്പീഷീസ് ഓഫ് പ്ലാന്റ് മാത്രം നമ്മളവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ പോവാണ്. ആ ഒരു പ്രാക്ടീസ് എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുക? ബയോഡൈവേഴ്സിറ്റി ഇൻ ദ ഏരിയനെ പ്രൊമോട്ട് ചെയ്യുമോ, മോണോകൾച്ചർ ഇൻ ദ ഏരിയ ആണോ, അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് നാച്ചുറൽ റിസോഴ്സ് ആണോ, പ്രിസർവ് ദ നാച്ചുറൽ ഇക്കോസിസ്റ്റം ഇൻ ദ ഏരിയ ആണോ? അതായത് ഒരു സ്പീഷീസിനെ മാത്രമാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് മീൻസ് സിംഗിൾ എന്ന് നമ്മൾ സയൻറ്റിഫിക്കലി നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് മോണോ. അപ്പം മോണോ ആൻഡ് കൾട്ടിവേഷൻ ഇറ്റ്സ് എ കൾച്ചർ, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കൾച്ചർ അല്ലേ. കൾച്ചർ ചെയ്യുന്നതിനാണ് നമ്മൾ കൾട്ടിവേഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ റിയർ ചെയ്യുന്നതിനാണ് നമ്മൾ കൾച്ചർ എന്ന് പറയുക. അപ്പം ഒരു സ്പീഷീസിന് മാത്രം നമ്മൾ കൾച്ചർ ചെയ്യണം. അപ്പം മോണോ കൾച്ചർ ഇൻ ദ ഏരിയ, അവിടെ ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസ് ആവില്ല. ഒരുപാട് ഡിഫറെൻറ്റ് സ്പീഷീസുകൾ വരുമ്പോഴാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുള്ളൂ. അതായത് ലിവിങ് ബീയിങ്സിൻ്റെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഫോംസ് കാണുമ്പോഴാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇനി നാച്ചുറൽ ഫോറസ്റ്റ് അവിടെ ഗ്രോ ചെയ്യില്ല, കാരണം അവിടെ ഒറ്റൊരു സ്പീഷീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് അവിടെ ക്രിയേറ്റ് ആവില്ല. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസ് ആവില്ല, നാച്ചുറൽ ഫോറസ്റ്റും ഇൻക്രീസ് ആവില്ല. പ്രിസർവ് ദ നാച്ചുറൽ ഇക്കോസിസ്റ്റം ഇൻ ദ ഏരിയ, അവിടുത്തെ നാച്ചുറൽ ഇക്കോസിസ്റ്റവും അവിടെ പ്രിസർവ് ആവില്ല. അവിടെ മെയിൻലി ഒരു മോണോ കൾച്ചറാണ് നടക്കുക, അല്ലെങ്കിൽ ഒരു മോണോപോളി എന്ന് പറയുന്നത് നമ്മളിൽ ഒറ്റയ്ക്ക് മാത്രം വളരാനുള്ള ഒരു അവസരമായിരിക്കും ഉണ്ടാവുക. സോ ഓപ്ഷൻ ബി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെയും റൈറ്റ് ആൻസർ. ദ പ്രാക്ടീസ് ഓഫ് ക്ലിയറിംഗ് വാസ്റ്റ് ട്രാക്ട്സ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് കൾട്ടിവേറ്റിംഗ് എ സിംഗിൾ സ്പീഷീസ് ഓഫ് എ പ്ലാന്റ് ഈസ് നോൺ ആസ് monoculture. This practice lead to a loss of biodiversity as a natural variety of plants and animals is replaced by a single species. Monoculture does not promote the growth of natural forest or preserve the natural ecosystem. So monoculture ആണ് എന്താ നമ്മളെ ആൻസർ ആയിട്ട് വരാം. സോ ഓപ്ഷൻ ബി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെയും റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ ആ ഒരു കാര്യം എന്ത് ചെയ്യാൻ മനസ്സിലാക്കാം, നമുക്ക് മോണോകൾച്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിസർവേഷനും അല്ലെങ്കിൽ നമ്മളെ നാച്ചുറൽ എക്കോസിസ്റ്റത്തിൻ്റെ പ്രിസർവേഷനും ഗ്രോത്തും ഒന്നും നടക്കില്ല, അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ഉണ്ടാവില്ല. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് എന്താ നമ്മളെ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ സക്സസ്ഫുൾ ഫോറസ്റ്റ് കൺസർവേഷൻ സ്ട്രാറ്റജി ഷുഡ് ഇൻവോൾവ്, അതായത് ഒരു ഫോറസ്റ്റ് കൺസർവേഷൻ, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് കൺസർവേഷൻ സ്ട്രാറ്റജി എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രൊട്ടക്ഷൻ ഓഫ് ആനിമൽസ് അറ്റ് ദ ഹയസ്റ്റ് ട്രോഫിക് ലെവൽ, പ്രൊട്ടക്ഷൻ ഓഫ് ഓൺലി കൺസ്യൂമേഴ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് ഓൺലി ഹെർബിവോഴ്സ്, കോംപ്രഹെൻസീവ് പ്രോഗ്രാം ടു പ്രൊട്ടക്ട് ഓൾ ദ ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ കോമ്പണൻസ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. ഇത് വായിച്ചാൽ തന്നെ നമുക്ക് ഈസിലി പറയാൻ പറ്റും. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ഒരു ഹയസ്റ്റ് ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസത്തിനെ മാത്രം കൺസർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോവസ്റ്റ് ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസം ഒക്കെ നമുക്ക് പതിയെ അതിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ഓക്കെ, സോ നമ്മൾ അതിനെല്ലാം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് കൺസർവേഷൻ അല്ല. ഓക്കെ, ഇനി പ്രൊട്ടക്ഷൻ ഓഫ് ഓൺലി കൺസ്യൂമേഴ്സിനെ മാത്രം നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസേഴ്സിനെ നഷ്ടപ്പെടും. പ്രൊഡ്യൂസേഴ്സിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പോപ്പുലേഷൻ ഇങ്ങനെ കുറഞ്ഞു വരും, റൈറ്റ്. അപ്പം പ്രൊഡ്യൂസേഴ്സിൻ്റെ ആ ഒരു എമൗണ്ട് ഇവിടെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഓൾസോ അതെന്ത് ചെയ്യും, കൺസ്യൂമേഴ്സിൻ്റെ ആ നമ്പറിനെയും എന്ത് ചെയ്യും, അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രൊഡ്യൂസേഴ്സിനെ നമുക്ക് കൺസ്യൂം ചെയ്യുമ്പോൾ അല്ലേ കൺസ്യൂമേഴ്സ് ഉണ്ടാവുള്ളൂ. സോ ആ പ്രൊഡ്യൂസേഴ്സ് ഇല്ലാണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും, കൺസ്യൂമേഴ്സിൻ്റെ ഗ്രാജുവലി അതിൻ്റെ എമൗണ്ടും റാപ്പിഡ്ലി ഇങ്ങനെ കുറഞ്ഞു വരും. ഇനി പ്രൊട്ടക്ഷൻ ഓഫ് ഓൺലി ഹെർബിവോഴ്സ്, അതായത് പ്ലാന്റ്സിനെ കഴിക്കുന്ന ആനിമൽസിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൺസർവ് ചെയ്യുക. അത് നല്ലൊരു ടെക്നിക്കാണോ. അപ്പോൾ കാർണിവോഴ്സ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ നമ്മളെ പ്രൊഡ്യൂസേഴ്സും കുറഞ്ഞു വരും. സോ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും കാർണിവോഴ്സ് ഇൻക്രീസ് ആവും, ഡെഫിനറ്റ്ലി കാർണിവോഴ്സിൻ്റെ നമ്പർ ഇൻക്രീസ് ആവും. ബട്ട് അവിടെയും പ്രൊഡ്യൂസേഴ്സിൻ്റെ എമൗണ്ടാണ് ഗ്രാജുവലി ഡിക്രീസ് ആയി വരിക. ഹെർബിവോഴ്സിനെ മാത്രം നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരു സക്സസ്ഫുൾ വേ ഓഫ് ടെക്നിക്കല്ല. ഇനി കോംപ്രഹെൻസീവ് പ്രോഗ്രാം, അതായത് എല്ലാവരെയും കോംപ്രഹെൻസീവ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഓൾ ദ ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ കോമ്പണൻസ്, അതായത് ഫിസിക്കൽ എയർ, വാട്ടർ, അതുപോലെ തന്നെ സോയിൽ, അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു കാര്യങ്ങൾ, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബയോളജിക്കൽ കോമ്പണൻസ് ലൈക്ക് ലിവിങ് ആയിട്ടുള്ള ആനിമൽസ്, പ്ലാന്റ്സ്, ഇതിനെയൊക്കെ നമ്മൾ കൺസർവ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമുക്ക് ഒരു ഫോറസ്റ്റ് കൺസർവേഷൻ സ്ട്രാറ്റജി എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. സോ ഓപ്ഷൻ ഡി ആണ് എന്താ നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രൗണ്ട് വാട്ടർ വിൽ നോട്ട് ബി ഡിപ്ലീറ്റഡ് ഡ്യൂ ടു, അതായത് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ലാൻഡിൻ്റെ അണ്ടറിൽ കാണുന്ന ആ വാട്ടറിനെയാണ്, അല്ലെങ്കിൽ ഗ്രൗണ്ടിൻ്റെ അണ്ടറിൽ കാണുന്ന വാട്ടറിനെയാണ് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ എന്ന് വിളിക്കുക. ലൈക്ക് നമ്മൾ വെൽസിലൂടെ, ട്യൂബ് വെൽസിലൂടെ ഒക്കെ നമുക്ക് കിട്ടുന്ന വാട്ടറാണ് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ എന്ന് വിളിക്കുന്നത്. സോ ആ ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീറ്റ് ആവില്ല, അതായത് അതിൻ്റെ എമൗണ്ട് കുറയില്ല. എന്തൊക്കെ നടന്നാൽ ആ ഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോറസ്റ്റ് ഇൻക്രീസ് ചെയ്യണം, ഫോറസ്റ്റിൻ്റെ നമ്പർ, അതായത് ട്രീസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഗ്രാജുവലി നമ്മൾ ട്രീസിനെ ഇങ്ങനെ പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫോറസ്റ്റേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ സൈക്കിൾ ഇൻക്രീസ് ആവും, അതുപോലെ തന്നെ വാട്ടർ സൈക്കിളിൻ്റെ ആ ഒരു
പ്രൊമോഷൻ അവിടെ നടക്കും. അതുപോലെ തന്നെ വാട്ടർ സൈക്കിൾ ഇൻക്രീസ് ആവുന്നതുകൊണ്ട് തന്നെ പ്രസിപ്പിറ്റേഷൻ, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയുള്ള ഇവോപ്പറേഷൻ, കണ്ടൻസേഷൻ, ഡിഫറെൻ്റ് ആയുള്ള പ്രോസസ്സുകൾ നടക്കും ആസ് ദ പാർട്ട് ഓഫ് വാട്ടർ സൈക്കിൾ. അപ്പം അഫോറസ്റ്റേഷൻ നടന്നു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ വാട്ടറിൻ്റെ ഡിപ്ലീഷൻ അല്ല നടക്കുക, വാട്ടർ ടേബിളിൻ്റെ ഇൻക്രീഷൻ ആണ് അല്ലെങ്കിൽ ഇൻക്രീസിങ് ആണ് അവിടെ നടക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഇൻക്രിമെൻ്റ് ആണ് അവിടെ നടക്കുക. അഫോറസ്റ്റേഷനിൽ ഒരു ഇൻക്രിമെൻ്റ് ഓഫ് വാട്ടർ ടേബിൾ ആണ് നടക്കുക. സോ വാട്ടർ ടേബിൾ ഡിപ്ലീറ്റ് ആവില്ല, ഗ്രൗണ്ട് വാട്ടർ ഇൻക്രീസ് ആണ് ചെയ്യുക ഈ ഒരു അഫോറസ്റ്റേഷൻ നടന്നു കഴിഞ്ഞാൽ. സോ ഈ ഒരു ആൻസർ ആയിരിക്കും നമ്മൾ ആൻസർ ആയിട്ട് വരാം. തെർമൽ പവർ പ്ലാന്റ്സ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഹീറ്റ് എനർജി അവിടെ ക്രിയേറ്റ് ആവും. ഹീറ്റ് എനർജി ക്രിയേറ്റ് ആവുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തെർമൽ എനർജി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് വാട്ടറാണ്. വാട്ടറിനെ സ്റ്റീം ആക്കിയിട്ടാണ് അവിടെ തെർമൽ എനർജി നമ്മൾ അല്ലെങ്കിൽ ഹീറ്റ് എനർജി അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വാട്ടർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡെഫിനറ്റ്ലി ഡിപ്ലീറ്റ് ദ ഗ്രൗണ്ട് വാട്ടറിൻ്റെ അല്ലെങ്കിൽ വാട്ടർ ടേബിളിനെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഡിപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് ഗ്രൗണ്ട് വാട്ടറിനെയാണ് നമ്മൾ വാട്ടർ ടേബിൾ എന്ന് വിളിക്കുക. അപ്പോൾ വാട്ടർ ടേബിളിൻ്റെ ആ ഡിപ്ലീഷൻ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഡിപ്ലീഷൻ എന്ത് ചെയ്യും, തെർമൽ പവർ പ്ലാന്റ്സിൽ നടക്കും. സോ ഇതെന്തല്ല നമ്മൾ ആൻസർ അല്ല, വിൽ നോട്ട് ബി ഡിപ്ലീറ്റഡ് ഡ്യൂ ടു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ലോസ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് ഡിക്രീസ് റെയിൻഫോൾ കുറയുക, ഫോറസ്റ്റ് കുറയുക, അതൊക്കെ എന്താണ് ഡയറക്ട്ലി വാട്ടർ സൈക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. സോ വാട്ടർ സൈക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതും നമ്മളെ വാട്ടർ ടേബിൾ ഡിക്രീസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിനെ ഡിക്രീസ് ചെയ്യുന്നതാണ്. ഇനി ക്രോപ്പിംഗ് ഓഫ് ഹൈ വാട്ടർ ഡിമാൻഡിങ് ക്രോപ്സ്, അതായത് വെള്ളം ഏറ്റവും കൂടുതലുള്ള ക്രോപ്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതിന് വാട്ടർ ആവശ്യമുള്ള ക്രോപ്സിൽ നിന്ന് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, ഡെഫിനറ്റ്ലി വാട്ടറിൻ്റെ ടേബിൾ അല്ലെങ്കിൽ വാട്ടർ ടേബിൾ അവിടെ കുറയാണ് ചെയ്യുക. സോ ഇതും എന്താണ്, ഇതും വാട്ടർ ടേബിൾ ഡിക്രീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അഫോറസ്റ്റേഷൻ ആയിരിക്കും നമ്മളെ റൈറ്റ് ആൻസർ. സോ നമുക്ക് നോക്കാം. അഫോറസ്റ്റേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് പ്ലാന്റിങ് ട്രീസ് ഇൻ എൻ ഏരിയ ദാറ്റ് വാസ് നോട്ട് പ്രീവിയസ്ലി ഫോറസ്റ്റഡ്. അത് മുമ്പ് ഉണ്ടായിരുന്ന പ്ലാന്റ്സ് അല്ലാണ്ട് നമ്മൾ പുതുതായിട്ട് പ്ലാന്റ്സിന് നമ്മൾ എന്ത് ചെയ്യാണ്, പ്ലാന്റ് ചെയ്യണം. അതല്ലെങ്കിൽ ട്രീസിനെ പ്ലാന്റ് ചെയ്യുന്നതിനാണ് അഫോറസ്റ്റേഷൻ എന്ന് പറയുക. ദ റൂട്ട്സ് ഓഫ് ട്രീസ് ഹെൽപ്പ് ടു bind the soil, making it more porous and improve its water holding capacity. That is allows the rainwater to seep into the ground and replenish the groundwater table. The other options listed, thermal power plants, loss of forest and cropping of high water demanding crops, all contributes to the depletion of groundwater. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അഫോറസ്റ്റേഷൻ ആണ് നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സോ അഫോറസ്റ്റേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആയിരിക്കും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്പോസിഷൻ ടു ദ കൺസ്ട്രക്ഷൻ ഓഫ് ലാർജ് ഡാം ഈസ് ഡ്യൂ ടു, അതായത് ഒരു ലാർജ് ഡാം ഒരു ഏരിയയിൽ വരുന്ന സമയത്ത് അവിടെ ഒപ്പോസിഷനായിട്ട് വരെ ആരൊക്കെയാണ്, ഏതൊക്കെ ഫാക്ടേഴ്സാണ് വരാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സോഷ്യൽ റീസൺസ് ആയിരിക്കും. സോഷ്യൽ റീസൺസ് വരാം അല്ലേ. അവിടെ ഒരു സോഷ്യൽ റീസൺസ്, അവിടെ ഡാം വരുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയുള്ള ആളുകൾക്ക് അവിടെ വീട് മാറി പോകേണ്ടി വരും. അവരുടെ ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ അവരുടെ ആ ഹൗസ് കാര്യങ്ങളൊക്കെ അവർ മാറിപ്പോകേണ്ടി വരും, റൈറ്റ്. അത് ഒരു സോഷ്യൽ റീസൺ കൊണ്ട് എന്ത് ചെയ്യും, അവിടെ ഒരു ഒപ്പോസിഷൻ വരാം. ഇനി എക്കണോമിക് റീസൺസ് ഉണ്ടാവും, എക്കണോമിക്സ് റീസൺസ് ഉണ്ടാവും ഡെഫിനറ്റ്ലി. അതായത് ഈ ഒരുപാട് ഫോറസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവും. ലാർജ് ഡാം ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ഫോറസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവും. ഈ ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് ഇക്കണോമിക് കാര്യങ്ങൾ ലൈക്ക് ഫർണിച്ചർ ഇൻഡസ്ട്രീസ്, ടിമ്പർ ഇൻഡസ്ട്രീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എക്കണോമിക് റീസൺസ് ഉണ്ട്, സോഷ്യൽ റീസൺസ് ഉണ്ട്, എൻവയോൺമെൻറ്റ് റീസൺസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ്ലി അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു ഒപ്പോസിഷൻ അവിടെ ക്രിയേറ്റ് ആവുന്നത്. അതാണ് ഒരു ലാർജ് ഡാമിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന മേജർ ഒപ്പോസിഷൻ. ഈ മൂന്ന് കാര്യങ്ങളാണ്. സോ ഓൾ ദി എബോവ് എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഒപ്പോസിഷൻ ടു ദ കൺസ്ട്രക്ഷൻ ഓഫ് ലാർജ് ഡാം ഈസ് ഓഫൺ ഡ്യൂ ടു എ കോമ്പിനേഷൻ ഓഫ് social, economic and environmental reasons. Social reasons include the displacement of farmers and the tribal communities. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവിടെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരുടെ വീട് അവർക്ക് മാറേണ്ടി വരും അല്ലെങ്കിൽ അവരുടെ സ്ഥലം അവർക്ക് മാറേണ്ടി വരും, റൈറ്റ്. ഇനി എക്കണോമിക് റീസൺസ് ഇൻവോൾവ് ദ ഹൈ പബ്ലിക് കോസ്റ്റ് വിതൗട്ട് പ്രൊപ്പോർഷനേറ്റ് ബെനിഫിറ്റ്സ്. അതായത് പബ്ലിക് ആയിട്ടുള്ള, അതൊരു ലാർജ് ഡാം ബിൽഡ് ചെയ്യുക ഗവൺമെൻറ് ആയിരിക്കും, റൈറ്റ്. അത് പബ്ലിക് എമൗണ്ട് അല്ലെങ്കിൽ പബ്ലിക് കോസ്റ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഡാംസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുക. സോ ആ ഒരു പബ്ലിക് കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രപ്പോർഷനേറ്റ് ആയിട്ട് ബെനിഫിറ്റ് ഒരാൾക്ക് ഉണ്ടാവുന്നില്ല. അതിന് ആ ഒരു കോസ്റ്റ് യൂട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ത് ചെയ്യുന്നില്ല, ഒരാൾക്ക് കിട്ടുന്നില്ല. സോ എക്കണോമിക്കലിയും എന്താണ്, അത് ഈ ഒരു എക്കണോമിക് റീസൺ കൊണ്ടും അതെന്താണ്, ഹൈലി ഒപ്പോസ്ഡ് ആണ്. ഇനി നമുക്ക് നോക്കാം. എൻവയോൺമെൻറ്റ് റീസൺസ് ഇൻക്ലൂഡ് ഡീഫോറസ്റ്റേഷൻ ആൻഡ് എക്കോളജിക്കൽ ഇൻബാലൻസ്. അതായത് ഡീഫോറസ്റ്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രീസും കാര്യങ്ങളൊക്കെ അവിടെ നഷ്ടപ്പെടും. സോ ഡെഫിനറ്റ്ലി അതും എന്ത് ചെയ്യാണ്, അതും ഒരു റീസൺ ആണ് ഫോർ ദ ഒപ്പോസിഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ലാർജ് ഡാംസ് എന്ന് പറയുന്നത്. സോ ഓൾ ദി എബോവ് എന്ന് പറയുന്ന ഓപ്ഷൻ ടി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ ഇക്കോ ഫ്രണ്ട്ലി ആക്ടിവിറ്റി എമംഗ് ദ ഫോളോയിങ്. അതായത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആക്ടിവിറ്റി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യൂസിങ് കാർ ഫോർ ട്രാൻസ്പോർട്ടേഷൻ,
നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി കാർ യൂസ് ചെയ്യുന്നത് അത് എക്കോ ഫ്രണ്ട്ലി ആണോ? അല്ല, കാർ എയർ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് എക്കോ ഫ്രണ്ട്ലി അല്ല. നമുക്ക് നോക്കാം ഇനി ബാക്കിയുള്ള കാര്യങ്ങളും. യൂസിങ് പോളി ബാഗ്സ് ഫോർ ഷോപ്പിങ്ങിന് വേണ്ടി പോളി ബാഗ്സ് യൂട്ടിലൈസ് ചെയ്യുക, അത് ഒരു എക്കോ ഫ്രണ്ട്ലി ആണോ? അല്ല. പോളി ബാഗ്സ് എന്ന് പറയുന്നത്, പോളിത്തീൻ എന്ന് പറയുന്നത് ഒരു സോയിൽ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളിത്തീൻ ബാഗ്സ് എന്നൊക്കെ പറയുന്നത്. ഇനി യൂസിങ് ഡൈസ് ഫോർ കളറിങ് ക്ലോത്ത്സ് കളർ ചെയ്യാൻ നമ്മൾ ഡൈസ് യൂസ് ചെയ്യുക, അതും നമുക്ക് ഗ്രാജുവലി ഒരു വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷനിലേക്കൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. യൂസിങ് വിൻഡ് മിൽസ് ടു ജനറേറ്റ് പവർ ഫോർ ഇറിഗേഷൻ, അതായത് വാട്ടർ ഇറിഗേറ്റ് ചെയ്യുക, വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ ഫീൽഡ്സിലൊക്കെ നമ്മൾ വിൻഡ് മിൽസ് യൂസ് ചെയ്യുക. വിൻഡ് മിൽസിൻ്റെ ആ വിൻഡിൻ്റെ പവർ വെച്ചിട്ട് നമ്മൾ വാട്ടർ ഇറിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി അത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, റൈറ്റ്? സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ബാക്കി എല്ലാ കാര്യങ്ങളും എന്താണ്, എക്കോളജിക്കലി നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആക്ടിവിറ്റി ഓപ്ഷൻ ഡി ആണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മളെ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഈസ് എ റൈറ്റ് തിങ്. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഐ തിങ്ക് ദിസ് ഇസ് ദ ലാസ്റ്റ് വൺ. യെസ്, ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. It is important to make small check dams across the flooded gullies because അതായത് നമ്മൾ സ്മോൾ ചെക്ക് ഡാംസ് ക്രിയേറ്റ് ചെയ്യും. എന്തിന്? നമ്മൾ ഡാംസ് കഴിഞ്ഞിട്ട് തന്നെ ഒരു ചെക്ക് ഡാംസ് ക്രിയേറ്റ് ചെയ്യും. എന്തിനാണ് ആ സ്മോൾ ചെക്ക് ഡാംസ്, ചെറിയ ചെറിയ ഡാംസ് ഒരു വലിയ ഡാമിൻ്റെ മുന്നേ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും? എന്തിനാണെന്നാണ് ചോദിച്ചില്ല. ഹോൾ വാട്ടർ ഫോർ ഇറിഗേഷൻ, അതായത് വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ട് വാട്ടർ ഹോൾഡ് ചെയ്ത് വെക്കുകയാണോ? എന്താണ് നമുക്ക് നോക്കാം. ഹോൾ വാട്ടർ ആൻഡ് പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ, അതായത് വാട്ടറിനെ ഹോൾഡ് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ മുകളിലുള്ള സോയിലിനെ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനുമാണ് എന്നാണ് പറയുന്നത്. ഇനി റീചാർജ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഹോൾ വാട്ടർ പെർമനൻ്റ്ലി വാട്ടർ ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ് ചെക്ക് ഡാംസ് എന്നാണ് പറയുന്നത്. സോ നമുക്ക് ചെക്ക് ഡാംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം നോക്കാം. ചെക്ക് ഡാംസ് എന്താ നോക്കാം. സ്മോൾ ചെക്ക് ഡാംസ് ആർ കൺസ്ട്രക്റ്റഡ് അക്രോസ് ദ ഗല്ലീസ് ടു സ്ലോ ഡൗൺ ദ ഫ്ലോ ഓഫ് വാട്ടർ, അതായത് വാട്ടറിൻ്റെ ഫ്ലോ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചെക്ക് ഡാംസ് അക്രോസ് ദ ഗല്ലീസ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഡാംസിൻ്റെ ഡിസൈഡ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ചെക്ക് ഡാംസ്. This action helps to prevent soil erosion by reducing the water velocity. അതായത് വാട്ടറിൻ്റെ സ്പീഡ് കുറയുന്ന സമയത്ത് അവിടെ സോയിൽ ഇറോഷൻ എന്ത് ചെയ്യും, നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് അലോയിങ് സെഡിമെൻറ്റ് ടു സെറ്റിൽ, അതായത് അവിടുത്തെ സെഡിമെൻറ്റ്സ് ഒക്കെ സോയിലുള്ള സെഡിമെൻറ്റ്സ് ഒക്കെ നമുക്ക് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ വാട്ടറിനെ മാത്രം എന്ത് ചെയ്യുള്ളൂ, നമുക്ക് വാട്ടർ മാത്രമേ അതിലൂടെ മൂവ് ചെയ്യുള്ളൂ. ഇനി ബൈ ഹോൾഡിംഗ് വാട്ടർ ദ ഡാംസ് ഓൾസോ അലോ ഇറ്റ് ടു സീപ്പ് ഇൻ ടു ദ ഗ്രൗണ്ട് വിച്ച് റീചാർജ് ദ ഗ്രൗണ്ട് വാട്ടർ, അതായത് ചെക്ക് ഡാംസിലുള്ള വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ഡാംസ് അതിനെ അലോ ചെയ്യുന്നുണ്ട്, സീപ്പിംഗ് ചെയ്യാനും വേണ്ടി അലോ ചെയ്യുന്നുണ്ട്. സോ സീപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് സീപ്പിംഗ് ത്രൂ ദി സോയിൽ, അതായത് നമ്മളെ വാട്ടർ സോയിലൂടെ സീപ്പ് ഔട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻഫിൽട്രേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇൻഫിൽട്രേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ആവും. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ, അതായത് സോയിൽ ഇറോഷനോ ഗ്രൗണ്ട് വാട്ടറിൻ്റെ റീചാർജും എന്ത് ചെയ്യുന്നു, നടന്നു. ഇനി നമുക്ക് നോക്കാം. വൈൽ ചെക്ക് ഡാംസ് ഡു ഹോൾഡ് വാട്ടർ ദേ ഡു നോട്ട് ഹോൾഡ് ഇറ്റ് പെർമനൻ്റ്ലി, അതായത് ചെക്ക് ഡാംസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് റിസർവോയർ, ഒരു റിസർവോയർ പോലെയാണ് ചെക്ക് ഡാംസ് ആക്ട് ചെയ്യുക. അപ്പോൾ റിസർവോയറിൽ എപ്പോഴും പെർമനൻ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല, വാട്ടർ ഹോൾഡ് ചെയ്ത് വെക്കില്ല. സോ ഹോൾഡ് ഇറ്റ് പെർമനൻ്റ്ലി എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ്, റോങ് ആണ്. ആസ് ദ വാട്ടർ ക്യാൻ ഇവൻച്വലി സീപ്പ് ഇൻ ടു ദ ഗ്രൗണ്ട് ഓർ ഓവർഫ്ലോ ചെയ്യാനും ഗ്രൗണ്ടിലേക്ക് സീപ്പ് ഔട്ട് ചെയ്യാനും പറ്റുന്നതുകൊണ്ട് തന്നെ അത് പെർമനൻ്റ്ലി എന്ത് ചെയ്യുന്നില്ല, ഹോൾഡ് ചെയ്ത് വെക്കുന്നില്ല. Holding water for irrigation is a function of larger dams, not typically the primary purpose of small check dams. അതായത് വലിയ ഡാംസിനാണ് ഇറിഗേഷൻ്റെ മെയിൻ ഫംഗ്ഷൻ വരുന്നത്. സ്മോൾ ചെക്ക് ഡാംസ് ഒന്നും ഇറിഗേഷന് ലാർജ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻസ് ഏതൊക്കെയാണ് കറക്റ്റായിട്ട് വരിക. ഹോൾ ദ വാട്ടർ ഫോർ ഇറിഗേഷൻ എന്ന് പറയുന്നത് റോങ് ആണ്. ഇനി ഹോൾ വാട്ടർ ആൻഡ് പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത് റൈറ്റ് ആണ്, ചെക്ക് ഡാംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. റീചാർജ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നതും എന്താണ്, ശരിയാണ്, കാരണം സീപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സീപ്പ് ത്രൂ ചെയ്യുന്നുണ്ട്, ഇൻഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. ഇനി ഹോൾഡ് വാട്ടർ പെർമനൻ്റ്ലി ഹോൾഡ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ 2 and 3 ആണ് നമ്മൾ ചെക്ക് ഡാംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻസ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സോ ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റിന് റൈറ്റ് ആൻസർ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മളെ മാനേജ്മെൻറ്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യായിരുന്നത്. ബട്ട് നമുക്ക് ഇതുമായിട്ട് ഒരുപാട് ജനറൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ വേരിയസ് ആയിട്ടുള്ള
ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി റിലേറ്റഡ് ആയുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ NSCJS-ഉമായിട്ട് പെർട്ടിക്കുലർലി റിലേറ്റ് ചെയ്ത് വരുന്ന ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ ചാനൽ ചെക്കൗട്ട് ചെയ്യുക. അതിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാം. നിങ്ങൾ NSCJS-നെ പ്രിപ്പറേഷൻ നടത്തുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒളിമ്പ്യാഡ്സ്, മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ്സ്, അതുപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് ആയുള്ള RMO, ഇതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിൽ വരുന്നുണ്ട്. സോ ചാനൽ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. NSCJS-ൻ്റെ നെക്സ്റ്റ് സ്റ്റേജിൻ്റെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ NSCJS-ഉമായിട്ട് റിലേറ്റ് ചെയ്യില്ല ലാസ്റ്റ് മിനിറ്റ്സ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ തുടർന്ന് വരുന്നതാണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനലിൽ വരുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൾ എന്ന് പ്രസ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിന് വേണ്ടി എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. NSCJS-ഉമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് NSCJS-ൻ്റെ എക്സാം എങ്ങനെയാണ് കറക്റ്റായിട്ട് എഴുതേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. എങ്ങനെയാണ് 30 days കൊണ്ട് നമ്മൾ എങ്ങനെയാണ് NSCJS-ലേക്ക് എത്താൻ പറ്റുക, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന ഒരു വീഡിയോ കൂടി നമ്മുടെ ചാനലിലുണ്ട്. സോ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും, നമ്മുടെ ചാനലിലുണ്ട്. സോ ബാക്കിയുള്ള കാര്യങ്ങളും ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതിന് മുമ്പേ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൂടിയുണ്ട്. സോ അതും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.